ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു കണ്ണൻ്റെ സ്വഭാവം എങ്ങനെയാകും എന്നറിയാനായിട്ട്. കണ്ണൻ്റെ സ്വഭാവം നാൾക്ക് നാൾ വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഒരു മാറ്റവും ഇല്ല. സാന്ത്വനത്തിലുള്ള എല്ലാവരെയും വേദനിപ്പിക്കുന്ന രീതിയിലാണ് കണ്ണൻ്റെ മുന്നോട്ടുള്ള പോക്ക്. അപ്പോൾ കണ്ണന് 15 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ കാര്യം ബാലൻ ഇതുവരെ ശിവനോടും അതുപോലെ ഹരിയോടും പറഞ്ഞിട്ടില്ല. അവരോട് പറയാനായിട്ടുള്ളൊരു ധൈര്യം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബാലന് കിട്ടിയിട്ടില്ല. കാരണം കണ്ണൻ ഇതുപോലത്തെ പൈസയൊക്കെ ആവശ്യപ്പെട്ടു എന്ന് എങ്ങനെ പറയും? മാത്രമല്ല, ഈ അവകാശങ്ങളെല്ലാം കണ്ണൻ ചോദിച്ചു എന്ന് അവരോട് എങ്ങനെ പറയും? അവരത് എങ്ങനെ താങ്ങും? അതൊക്കെയാണ് നമ്മുടെ ബാലൻ്റെ വിഷയം. ബാലൻ ഇങ്ങനെ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് ഒരു ദിവസം ഈ രാത്രി ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദേവിയും അപ്പുവും അതുപോലെ അഞ്ജുവും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ദേവി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇവർ അനിയത്തിമാർ ചോദിച്ചു എന്താ പറ്റിയതെന്ന്. അവർ വരാത്തത് കൊണ്ടാണ്, അവർ വരുന്ന നേരം ആകുന്നല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോഴേക്കും അവർ വരാത്തത് കൊണ്ടൊന്നുമല്ല, ഞാൻ കണ്ണൻ്റെ കാര്യം ആലോചിച്ച് ഇരുന്ന് പോയതാണെന്ന് പറഞ്ഞു. കണ്ണൻ എന്താ പറ്റിയത്? കണ്ണനെക്കുറിച്ച് ഇപ്പോൾ ഇത്ര ആലോചിക്കാൻ എന്താണെന്ന് അന്നേരം അനിയത്തിമാർ ചോദിച്ചപ്പോൾ കണ്ണൻ്റെ സ്വഭാവത്തെപ്പറ്റി പറയുവാണ് ദേവി. കണ്ണന് ഇത്രത്തോളം മാറ്റം വന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടൊരെത്തും പിടിയും കിട്ടുന്നില്ലെന്നും പറഞ്ഞു. അപ്പോൾ കണ്ണൻ അവിടെയൊക്കെ പോയി താമസിച്ചതിൻ്റെയും അതുപോലെ ഇപ്പോൾ കുറച്ച് പക്വതയൊക്കെ ആയതിൻ്റെ മാറ്റങ്ങളായിരിക്കും. അതൊന്നും ഓർത്ത് ദേവേടത്തി വെറുതെ വിഷമിക്കണ്ടെന്ന് അപ്പു പറഞ്ഞു. പിന്നെ അവന് നമ്മൾ പറഞ്ഞതൊന്നും ഇഷ്ടപ്പെടാത്തത് ഒരു പക്ഷേ അവൻ്റെ ആ ഒരു മൈൻഡ് ശരിയല്ലാത്തത് കൊണ്ടായിരിക്കും. അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ കടയടച്ചേച്ച് വരുന്നത്. അപ്പം 3 പേരും കൂടി വന്നു. കടയടച്ച് വന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഇവരോട് എന്നാ എന്ന് പുതിയ വിശേഷം എന്നൊക്കെ ചോദിച്ച് അവർ വരുന്നേ. വന്നു കഴിഞ്ഞപ്പോൾ ഇവനിങ്ങനെ കണ്ണൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. കണ്ണൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് സംസാരിക്കാനുണ്ടെന്ന് ബാലൻ അന്നേരം പറഞ്ഞു. എന്നിട്ട് ദേവിയോട് പറഞ്ഞു അതിനൊക്കെ മുന്നേ താൻ പോയി കണ്ണനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. കണ്ണനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ എന്താ ബാലേട്ടാ, എന്തെങ്കിലും കാര്യങ്ങൾ റെഡി ആയോ എന്ന് ചോദിച്ചു ദേവി. താൻ പോയി ആദ്യം അവനെ വിളിച്ചുകൊണ്ട് പോവാം, സംസാരിക്കാൻ നമുക്ക് എന്നും പറഞ്ഞുകൊണ്ട് ദേവിയെ പറഞ്ഞു വിട്ടു. ദേവി അന്നേരത്തേക്കും കണ്ണനെ വിളിക്കാനായിട്ട് അങ്ങ് പോയി. ദേവി ചെന്നപ്പോൾ എന്താ, റൂമും പൂട്ടി റൂമിനകത്ത് തന്നെ ഇങ്ങനെ കയറിയിരിക്കുകയാണ് ഈ കണ്ണൻ. എന്തൊക്കെയോ കള്ളത്തരങ്ങളുമായിട്ടാണ് കണ്ണൻ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ദേവിക്ക് മനസ്സിലായി. ദേവി എന്നിട്ട് സ്വയം ചിന്തിക്കുകയും ചെയ്തു, ഇവൻ എന്തിനാ ഏത് നേരം ഇങ്ങനെ റൂം പൂട്ടി അകത്ത് കയറിയിരിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ ഇവന്? അങ്ങനെ റൂം പൂട്ടിയാൽ ഇവൻ്റെ കയ്യിൽ എന്താ എന്നൊക്കെ ഇങ്ങനെ ദേവി ചിന്തിച്ചു. എന്നിട്ട് ദേവി ഇങ്ങനെ ചെന്ന് വാതിലിൽ മുട്ടിയപ്പോഴേക്കും കണ്ണൻ വന്ന് ഡോറ് തുറന്നു. എന്താ വലിയടത്തിന്ന് ചോദിച്ചു. അവരെല്ലാവരും കടയടച്ച് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞപ്പോൾ നിന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് ബാലേട്ടൻ പറഞ്ഞു, അതുകൊണ്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് ദേവി ഇത്രയും പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ ദേവി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവൻ പിന്നാലെ ഇറങ്ങി ചെല്ലുക. അപ്പോൾ ചെന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽപ്പുണ്ട്. എന്തിനാ വലിയേട്ട എന്നെ കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിച്ചു. മോനെ, നിന്നോടൊരു കാര്യം പറയാനായിട്ടാണെന്ന് പറഞ്ഞു. മുഖപുരയുടെ ആവശ്യമൊന്നും എൻ്റെ മുന്നിലില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാനായിട്ട് പറഞ്ഞു. അതായത് ഇവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു അന്യനായ വ്യക്തി സംസാരിക്കുന്നത് പോലെയാണ് കണ്ണൻ പറയുന്നത്. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാനായിട്ട് പറഞ്ഞു. അപ്പോൾ നീ എന്നോട് കുറച്ച് ക്യാഷിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഇപ്പോൾ തൽക്കാലത്തേക്ക് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാഷ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി പൈസയുടെ കാര്യം നമുക്ക് വഴിയെ നോക്കാമെന്നിങ്ങനെ പറയുമ്പോൾ അതൊക്കെ ആവട്ടെ, എത്ര രൂപ ഇപ്പോൾ ഒപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു 1 ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞു. 1 ലക്ഷം രൂപ അത് വലിയേട്ടൻ തന്നെ കയ്യിലേക്ക് വെച്ചോളാൻ പറഞ്ഞിട്ട് ഈ നുള്ളിപ്പറക്കി മിച്ചം വെച്ചുണ്ടാക്കി 1 ലക്ഷം രൂപയെ എനിക്ക് ആവശ്യമില്ലെന്നും പറഞ്ഞു കണ്ണൻ മുഖത്ത് നോക്കി തല്ലുന്നതിനേക്കാൾ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ കണ്ണൻ ഇങ്ങനെ കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും അവരന്താളിച്ചിങ്ങനെ നിൽക്കും. ഈ കണ്ണൻ എന്താ പറ്റിയത്? അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവിയുടെ നെഞ്ച് പൊട്ടിപ്പോകുന്നൊരു വിഷമമായിപ്പോയി. അതുപോലെ തന്നെ ബാലനും. അപ്പോൾ ഇവർ അനിയന്മാരും ചേട്ടനും കൂടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുവാണ്. എന്താ ഇവന് പറ്റിയത്? ഈ കണ്ണൻ എന്താ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ? കണ്ണനിപ്പം നമ്മൾ വെറും അന്യരായി പോയോ? അവന് പൈസയ്ക്ക് വേണ്ടി മാത്രമാണോ അവൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അനിയന്മാരിങ്ങനെ ചോദിക്കുക. അപ്പോൾ അവൻ വേറെ ഏതോ നാട്ടിൽ പോയി താമസിച്ചിട്ട് വരുന്നതല്ലേ, അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളായിരിക്കും അവൻ്റെ സ്വഭാവത്തിൽ, നമുക്കതിലൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞങ്ങനെ പറയുന്നു. അപ്പോഴേക്കും ഇവൻ എത്ര രൂപയാണ് വിലയുടെ ചോദിച്ചതെന്ന് ശിവൻ ചോദിച്ചു. അവൻ എത്ര രൂപ വേണമെന്നാണ് അവൻ പറഞ്ഞതെന്ന്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നും പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി അങ്ങ് പോവുക. ബാലൻ പോയ പുറകെ നമ്മുടെ ദേവിയും കയറിപ്പോയി. എന്നിട്ട് മുറിയിലേക്ക് ചെന്നപ്പോഴേക്കും ദേവിയുടെ ഉള്ളിലെ സങ്കടം അണ പൊട്ടി ഒഴുകിയെന്ന് തന്നെ പറയാം. ഇതെന്താ ബാലേട്ടാന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഒറ്റ കരച്ചിലായിരുന്നു ദേവി. നമ്മുടെ കണ്ണൻ എന്താ പറ്റിയത്? ഇത് നമ്മുടെ കണ്ണൻ തന്നെയാണോ? അവൻ്റെ സംസാരമൊക്കെ എന്താ ഇങ്ങനെയായി പോയതെന്നൊക്കെ ചോദിച്ചപ്പോൾ അവനിപ്പോൾ നമ്മുടെ പഴയ കണ്ണനല്ല ദേവി എന്നും പറഞ്ഞുകൊണ്ട് പറയണം.
അവനിപ്പോൾ ആരുടെയും സ്നേഹമോ അല്ലെങ്കിൽ ആരുടെയും കഷ്ടപ്പാടോ കരുണയോ ഇതൊന്നും ആവശ്യമില്ല. അവൻ അവൻ്റേതായ കാര്യങ്ങൾ മാത്രം മതി. അതിന് വേണ്ടിയിട്ടാണ് അവൻ ഓരോന്ന് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നേരത്തേക്കും നമ്മുടെ ബാലൻ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ പഴയ കണ്ണനെ നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടില്ലേ ബാലേട്ടാ എന്ന് ചോദിച്ചപ്പോൾ ആ കണ്ണനെ താനങ്ങ് മറന്നേക്കാൻ പറയുക. ഇനി ഒരിക്കലും നമ്മുടെ പഴയ കണ്ണനെ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്നും. ഇതൊക്കെ കേട്ട് ദേവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മൾ താലോലിച്ച് സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കി വളർത്തിക്കൊണ്ട് വന്ന് നമ്മുടെ കണ്ണൻ എന്താ ഇങ്ങനെ ആയി പോയെന്നും ചോദിച്ചുകൊണ്ടാട്ടോ ദേവി സങ്കടപ്പെട്ട് കരയുന്നത്. എന്ത് പറയാൻ, ബാലൻ എങ്ങനെ ദേവിയെ സമാധാനിപ്പിക്കും? ഒരു രീതിയിലും ദേവിക്ക് സമാധാനം കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നു. ഈ സമയത്താണ് അവിടെ നമ്മുടെ അപ്പവും ഹരിയും കൂടി കണ്ണനെ പറ്റി റൂമിലിരുന്ന് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണൻ എന്താ പറ്റിയതെന്ന് അപ്പവും ചോദിച്ചു. അതെ, ബാലേട്ടൻ ആ പൈസ അവൻ്റെ നേരെ വെച്ച് നീട്ടിയപ്പോൾ അവൻ പറഞ്ഞ കാര്യം ഹരി ശ്രദ്ധിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. എന്ത്? അല്ല, ആ 1 ലക്ഷം രൂപ കൊടുത്തപ്പോൾ അതിനെപ്പറ്റി അവൻ സംസാരിച്ചത്. അപ്പോൾ അവൻ 1 ലക്ഷം രൂപയല്ല ആവശ്യം, അവൻ എത്ര രൂപയാണ് വേണ്ടത് എന്നുള്ള കാര്യം അവൻ ബാലേട്ടനോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളോട് 2 പേരോടും ശിവനോടും ഹരിയോടും പറയാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ബാലേട്ടൻ അത് പറയാത്തത്. അത് ബാലേട്ടനോട് ചോദിക്കണം, ചോദിച്ചത് അറിയണം. കണ്ണൻ എത്ര രൂപയാണ് ആവശ്യപ്പെട്ടതെന്ന് ബാലേട്ടൻ തന്നെ നമ്മളോട് പറയണമെന്നും പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ഹരിയും അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നത്തോട് പ്രശ്നമാണ്. ഈ സമയത്താണ് ജയന്തി നേരം വെളുത്ത് വീട്ടിലേക്ക് കയറി വരുന്നതോ അടുത്ത നുണയും കൊതിക്കെറിവുമൊക്കെ ആയിട്ടാണ് വരുന്നത്. കയറി വന്നപ്പോഴേക്കും കണ്ണൻ വന്ന കാര്യവും കണ്ണൻ ക്യാഷ് ആവശ്യപ്പെട്ട കാര്യം എല്ലാം അറിഞ്ഞും കേട്ടും വന്ന് കയറിയതേ അപ്പുക്കിളിയെ കാണാനായിട്ടൊരു പോക്കങ്ങ് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അപ്പുക്കിളിയെ സോപ്പിട്ടുകൊണ്ട് അപ്പുക്കിളിയോട് സംസാരിക്കുകയാണ്. കണ്ണൻ വന്നിട്ട് ഇത്രയും പൈസയൊക്കെ ആവശ്യപ്പെട്ടെന്ന് പറയുന്നത് കേട്ടല്ലോ അപ്പുക്കിളി, ഇതിലൊക്കെ വല്ല വാസ്തവം ഉള്ളതാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇതൊക്കെ ആരാ ജയന്തി അടുത്തിയോട് പറഞ്ഞെന്ന് ചോദിച്ചു. നിങ്ങളെല്ലാവരും എത്രയൊക്കെ എന്നിൽ നിന്ന് മറച്ചു വെച്ചാലുവേ അറിയാനുള്ള കാര്യങ്ങളൊക്കെ ഈ ജയന്തി അറിയും. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അപ്പോൾ നീ ശരിക്കും മണ്ടി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ ഒന്ന് ഇങ്ങനെ നോക്കിയിട്ടോ, ശിവനാണെങ്കിലും കണ്ണനാണെങ്കിലും അവർക്ക് വേണ്ടുന്ന പൈസ, അവർക്ക് വേണ്ടുന്നത് എന്താണെങ്കിലും അത് ബാലേട്ടനോട് ചോദിച്ചു മേടിക്കുന്നുണ്ട്. നീയും ഹരിയുമാണ് ഒന്നും വാങ്ങിക്കാത്തത്. അതുകൊണ്ട് നിനക്കും ഹരിക്കും ആവശ്യമുള്ളത് എന്താണോ അത് ബാലേട്ടനോട് ചോദിച്ചു വാങ്ങാൻ നീ തന്നെ ഹരിയോട് പറയണം. അല്ലെങ്കിലേ കയ്യൊക്കെ ഉള്ളവൻ കാര്യക്കാരനെന്ന് പറയുന്നത് പോലെ കൊണ്ടുപോകാനുള്ളതെല്ലാം അവരങ്ങ് കൊണ്ടുപോകും. നിനക്കും നിൻ്റെ കുഞ്ഞിനും ഹരിക്കും പെരുവഴി ആധാരമാകും. എന്തായാലും ജയന്തേച്ചി പറയുന്നതെല്ലാം നുണയാണെന്നും ഏഷണിയാണെന്നൊക്കെ പറയുമെങ്കിലും നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിനക്കും നിൻ്റെ ഭർത്താവിനും നിൻ്റെ കുഞ്ഞിനും വേണ്ടുന്നത് നീ തന്നെ വേണം ചോദിച്ച് വാങ്ങിച്ചു മേടിക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരി കൊളുത്തി വെച്ച് പുള്ളിക്കാരി അങ്ങ് പോയി. അപ്പോൾ വന്നിട്ട് അവിടെ അതിനെപ്പറ്റി നിന്നിങ്ങനെ ആലോചിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനോട് കൂടിയാണ് നമ്മുടെ അടുത്ത ദിവസത്തെ കഥ വരുന്നത്. എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.